നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ഈ കരാട്ടയും കുംഫുവും ഒക്കെ ഉണ്ട്. സ്കൂളുകളിൽ പെൺകുട്ടികളുടെ സുരക്ഷാ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സൂംബ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ആ യുവത തുള്ളിത്തുളുമ്പേണ്ടതാണല്ലേ. നമ്മുടെ നാട്ടിൽ വീട്ടിൽ ടെലിവിഷൻ ഇല്ലാത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട്. അത് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടല്ല, പലരും വിശ്വാസ പ്രശ്നത്തിന്റെ പേരിൽ വാങ്ങുന്നില്ല എന്നേ ഉള്ളൂ. എന്ന് കരുതി എല്ലാ വീട്ടിലും ടെലിവിഷൻ വേണം എന്നതുകൊണ്ട് സർക്കാരിന് ഒരു ഉത്തരവിടാൻ കഴിയില്ല. അവിടങ്ങളിലൊക്കെ TV വാങ്ങിക്കൊടുക്കാനും കഴിയില്ല. മക്കളെ ഫുട്ബോൾ കളിക്കാൻ വിടാത്തവരുണ്ട്. അത് ഫുട്ബോളും ബൂട്ടും വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടല്ല, ഒരു തരത്തിലുള്ള കളികളും കുട്ടികൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ ഫലമാണത്. അതിന്റെ പേരിൽ പക്ഷേ സ്കൂളുകളിൽ ഫുട്ബോൾ പഠിപ്പിക്കരുതെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? സ്കൂളുകളിൽ ടെലിവിഷനുകളിലും പ്രൊജക്ടറുകളിലും പാഠങ്ങൾ അവതരിപ്പിക്കുന്നത് ആരും തടുക്കുന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ സൂംബ. സ്കൂളുകളിൽ അത് എല്ലാവർക്കുമായി പഠിപ്പിക്കും. ധാർമ്മികതയും അധാർമികതയും ഒക്കെ വിധിക്കുന്നവർക്ക് തൽക്കാലം വഴങ്ങില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ആ തീരുമാനം ധീരവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ ഈ വിഷയം തന്നെയാണ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതും. നമുക്കിപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ. മിനിസ്റ്ററെ, ഗുഡ് മോർണിംഗ്, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, സ്വാഗതം. മിനിസ്റ്റർ, ഇതിപ്പോ ഈ വിവാദം വന്ന് എതിർപ്പുന്നയിക്കുന്നവർക്ക് പോലും യഥാർത്ഥത്തിൽ അവരുടെ എതിർപ്പ് എന്തിലാണെന്ന് സ്ഥാപിക്കാൻ കഴിയാത്തൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വസ്ത്രത്തിലാണോ അതല്ലെങ്കിൽ കുട്ടികളെ അടിച്ചേൽപ്പിക്കലാണോ തുടങ്ങി ഒന്നിലും അവർക്ക് തന്നെ ഒരു വ്യക്തത വരുന്നില്ല. മിനിസ്റ്റർ, ഒരു പൊതുവിദ്യാലയത്തിലെ വ്യായാമ വിഷയത്തിൽ സർക്കാർ ഒരു നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മതസംഘടനകൾക്ക് പൊള്ളുന്നത്? ഇതൊരു നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസം രംഗാകെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഴയ രീതിയിലുള്ള പഠന പ്രശ്നങ്ങളല്ല അവർ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാലത്തിനൊത്ത് മാറ്റങ്ങൾ വേണം, അത് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള ആവശ്യമല്ല 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആവശ്യപ്പെടുന്നത്. അക്കാഡമിക്കായിട്ടായിരുന്നാലും നോൺ അക്കാഡമിക്കായിട്ടായിരുന്നാലുള്ള പ്രശ്നങ്ങൾ. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഏതിനും എന്തിനും ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മിനിസ്റ്റർ, ഇതിപ്പം ആദ്യത്തെ ഒരു സംഭവം അല്ല മിനിസ്റ്റർ. ഇപ്പൊ കാരണം നേരത്തെ ഈ സ്കൂൾ സമയം നീട്ടുമെന്ന് പറയുമ്പോൾ അത് ഈ മദ്രസ സമയം എന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കുന്നു. ഇതിപ്പോ സൂംബ മറ്റൊരു വിവാദം ഉണ്ടാക്കുന്നു. ഒരു പെൺകുട്ടി വേദിയിലേക്ക് സമ്മാനം വാങ്ങാൻ വന്നാൽ പ്രശ്നം, ഒരു പെൺകുട്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ പ്രശ്നം. അതായത് മിനിസ്ട്രി സ്ത്രീ എന്നാൽ അത് പൊതിഞ്ഞുകെട്ടി വീടിനുള്ളിൽ വയ്ക്കേണ്ടതാണ് എന്ന് കരുതുന്ന അന്ധതയുടെ വ്യാപാരികളാകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗക്കാർ കൂടി എന്ന് നമ്മൾ കരുതണ്ടേ? അതായത് ഇപ്പോൾ മിക്സഡ് സ്കൂള് ഞാൻ വന്ന ശേഷം ഏതാണ്ട് 70ഓളം വരുന്ന കേരളത്തിലെ സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളാക്കി. ഒരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടു കൂടി ആ കുട്ടികളവിടെ പഠിക്കുന്നു, സൗഹൃദം പങ്കിടുന്നു, സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്നു. ഒരു പുതിയ സംസ്കാരത്തിലേക്ക് അവർ വളർന്നു വരികയാണ്. അതുപോലെ തന്നെ യൂണിഫോം, അതൊരു ഇതെല്ലാം പൊതുവിൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് യൂണിഫോമിൻ്റെ പ്രശ്നം. അതുപോലെ തന്നെ കേരളത്തിലാകെയുള്ള 45 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന സമയക്രമം ഏതെങ്കിലും ഒരു ചെറിയൊരു വിഭാഗം അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ അതിനെ അവർക്ക് മറ്റു വഴികൾ തേടാൻ കഴിയുന്നതിലുണ്ട്. ഇപ്പം നമ്മൾ ആകെയുള്ള കുട്ടികളുടെ വളർച്ചയെ സംബന്ധിച്ചും കുട്ടികളുടെ നന്മയെ സംബന്ധിച്ച് അല്ലേ ചിന്തിക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെ സങ്കുചിതമായി ചിന്തിച്ച് ഓരോ കാര്യങ്ങളിലും വിവാദമായാൽ പിന്നെ എന്താ ചെയ്യുക? നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ മാറ്റുന്നു. പിന്നെ സാർവദേശീയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് പിന്നെ ഈ
കുട്ടികൾക്ക് നമുക്ക് പുത്തൻ വിദ്യാഭ്യാസം ലഭിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്നതേ പഠിക്കാൻ പാടുള്ളൂ, ഇന്നതേ കളിക്കാൻ പാടുള്ളൂ, ഇന്നതേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ഈ നമ്മുടെ വിദ്യാർത്ഥികളുടെ മേൽ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ്. എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒരു ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം. പക്ഷേ ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ്റിനോട് ആജ്ഞാപിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ആജ്ഞ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ആജ്ഞാപിക്കാനൊന്നും പാടില്ല. എന്തെങ്കിലും ന്യായമായ കാര്യമുണ്ടെങ്കിൽ അവർക്ക് പറയാം. സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് കുട്ടികൾ ഒരു ഡ്രില്ല് നടത്തുന്നു. ആരോഗ്യത്തിനും എല്ലാത്തിനും പല കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കുന്നില്ല. അതുടനെ തന്നെ വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂണിഫോം ഇട്ടുകൊണ്ട് നിന്ന് പഠിച്ച ശേഷം പുറത്തിറങ്ങിയിട്ടാണ് കുട്ടികൾ നൃത്തം ചെയ്യുന്നത്. ഇതെല്ലാം ഇവരാരും ചുമതലപ്പെടുത്തി ഇതെല്ലാം കണ്ടുപിടിക്കാനും ഇതിന് ഒരു വർഷം കൊടുക്കാനും ഇതിനൊരു അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് എല്ലാവരും കൂടെ ഒഴിഞ്ഞ് നമുക്ക് ഒറ്റക്കെട്ടായി പോകുന്നതായിരിക്കും നല്ലത്. യെസ് മിനിസ്റ്റർ, ഇതിപ്പം ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇതൊരു അനാവശ്യ വിവാദമാണ് മിനിസ്റ്റർ. കാരണം ഈ സൂംബ കളിച്ചിട്ടുള്ളവർക്കറിയാം ഇവിടെ ഒരു അല്പവസ്ത്രം എന്ന് പറഞ്ഞ ഒരു സങ്കല്പം പോലും വരുന്നില്ല, അങ്ങനെ ഒരു കാര്യമേ വരുന്നില്ല. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ രാവിലെ യൂണിഫോം ഇട്ട് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, അവർ അതിനുശേഷം അതേ വസ്ത്രത്തിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഒരു അല്പവസ്ത്രം എന്നൊരു എലമെൻറ്റേ വരുന്നില്ല. പക്ഷേ ഈ കുട്ടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കുക, ഇത് തന്നെയായിരുന്നു ഈ പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ CM പറഞ്ഞതും. ഇതിപ്പോൾ ആരോടും ചർച്ച ചെയ്യാതെ എടുത്തൊരു തീരുമാനം എന്നാണ് പല മുസ്ലിം സംഘടനകളും പറയുന്നത്. മിനിസ്റ്റർ, യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ആരോടെങ്കിലും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരുമോ? ആരെങ്കിലും ഒക്കെ ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? നമുക്ക് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ അത് ചർച്ച ചെയ്ത് നടപ്പിലാക്കും. അങ്ങനെയല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് അങ്ങനെ നടപ്പിലാക്കുന്ന അവസരത്തിൽ രൂക്ഷമായ എന്തെങ്കിലും വിമർശനമോ സംശയമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളിച്ചു ചേർത്ത് നമുക്ക് ചർച്ച ചെയ്യുന്നതിനും എതിരല്ല. ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളോട് ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂന്ന്, അത് ഞങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കപ്പെടാൻ വേണ്ടി കഴിയില്ലല്ലോ ഒരിക്കലും. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒളിമ്പിക്സ് മുതൽ നമ്മൾ എടുത്താൽ ആ ഒളിമ്പിക്സ് അടക്കം അതിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ഡ്രസ് കോഡുണ്ട്. ഇപ്പം നീന്തൽ അതിനൊരു ഡ്രസ് കോഡാണ്, അറിയാമല്ലോ. ഇപ്പോൾ പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല. നീന്തലിൻ്റെ ഒരു ഡ്രസ് കോഡുണ്ട്, ഫുട്ബോൾ കളിക്കുന്നതിനൊരു ഡ്രസ് കോഡുണ്ട്, വോളിബോൾ കളിക്കുന്നതിനൊരു ഡ്രസ് കോഡുണ്ട്, മിക്സഡ് വോളിബോൾ കളിയുണ്ട്, മിക്സഡ് ഫുട്ബോൾ കളിയുണ്ട്. ഇതെല്ലാം ലോകം അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ക്രിക്കറ്റിനൊരു ഡ്രസ് കോഡുണ്ട്. അതിനേക്കാളും അതും ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ ഈ സൂംബ കളിക്കുന്ന ഡ്രസ് കോഡ് കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതൊന്നും നമുക്ക് ഈ കാലഘട്ടത്തിൽ അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണോ? ഒരു യോഗത്തിന് പങ്കെടുക്കുമ്പോൾ നടുക്കൊരു വേർതിരിവിന് വേണ്ടി ആൺകുട്ടിയുള്ള ഒരു സ്ഥലത്ത് പെൺകുട്ടിയുള്ള ഒരു സ്ഥലത്ത് അപ്പുറം ഇരിക്കുക, നടുക്കൊരു മതിൽ, ഒരു വസ്ത്രം കൊണ്ടൊരു മതിൽ കെട്ടുക. ഇതൊക്കെ നമ്മൾ ഈ കാലം മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് കാലം മാറണമല്ലോ. ലോകത്തുള്ള ന്യൂനപക്ഷ മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നതിനെതിരെയാണ് ഈ വിമർശനം. അവർ ഈ അല്ലെന്നൊക്കെ പറഞ്ഞാൽ പോലും അത് തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതിഞ്ഞു കെട്ടി ഒരു വീട്ടിനുള്ളിൽ വയ്ക്കേണ്ടതാണ് എന്ന് കരുതപ്പെടുന്ന അന്ധതയുടെ വ്യാപാരികളാവുകയാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗക്കാർ. അല്ല, അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇന്നലത്തെ ടെലിവിഷനിലൊക്കെ തന്നെ എല്ലാ ചാനലിലും ചർച്ച ഉണ്ടായിരുന്നല്ലോ. അതിലവരപ്പോൾ വിഷ്വൽ കാണിച്ചല്ലോ. തട്ടമിട്ടുകൊണ്ട് നൃത്തം ചെയ്യുന്ന നമ്മുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മക്കളെ എത്ര പേരാ കണ്ടത് നമ്മൾ. അതൊക്കെ അവരെല്ലാം വളരെ സന്തോഷം ഉണ്ട് അവർക്ക് ഞങ്ങൾ ഗവൺമെൻറ് ഉദ്ദേശിച്ച പോലുള്ള മാറ്റം വരുന്നുണ്ട്. ഇന്നലെ
കേരളത്തിൽ 14,000 സ്കൂളുകളാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു 90% സ്കൂളുകളിലും ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്രാവശ്യം ഞങ്ങൾ ഈ വർഷം മുതൽ പിന്നെ ആദ്യത്തെ ഒരാഴ്ചക്കാലം ക്ലാസ് എടുത്തത് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തെ പാഠഭാഗങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ അറിഞ്ഞിരിക്കേണ്ട 10-12ഓളം വരുന്ന വിഷയങ്ങളുടെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസം. ആ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്തെന്ന് പറയുമ്പോൾ അത് ഈ ലഹരിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ, അതുപോലെ മോട്ടോർ വാഹന നിയമങ്ങൾ, പോസ്കോ നിയമങ്ങൾ, അതുപോലെ അത്തരത്തിലുള്ള ഏതാണ്ട് വളരെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട 10-12 വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് കൊടുത്തു. 1 മണിക്കൂർ ഒരു ദിവസം. അത് വളരെ പ്രയോജനമാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു സ്കൂൾ കുട്ടികളുടെ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ക്ലാസ് നടന്നോ എന്ന് ചോദിച്ചു. ക്ലാസ് നടന്നെന്ന് പറഞ്ഞു. ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം എണീറ്റ് ഒരു കുട്ടി പറയാൻ പറഞ്ഞു. ഒരു കുട്ടി എണീറ്റ് പറയുകയാണ്, ഞാൻ മോട്ടോർ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അപ്പോൾ കാര്യങ്ങളാകാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കൂട്ടർ എന്ന് പറയുന്നു, ഈ ചില ദിവസങ്ങളിൽ ക്ലാസ് നടത്താൻ വേണ്ടി പാടില്ല. ഒരു കൂട്ടർ എന്നോടൊന്ന് പറഞ്ഞു, ശനിയാഴ്ച പരീക്ഷ നടത്താൻ പാടില്ല. ഞങ്ങൾക്ക് അതെന്താ കാര്യം? ഞങ്ങൾ ശനിയാഴ്ച പേനയും പേപ്പർ തൊടുവില്ല, അതുകൊണ്ട് ശനിയാഴ്ച ക്ലാസ് പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞു, അത് പരീക്ഷയ്ക്ക് എഴുതാൻ താല്പര്യമുള്ളവർ പരീക്ഷ ഒന്ന് എഴുതിക്കൊള്ളുക, അല്ലാതെ രാജ്യത്തുള്ള ആചാരങ്ങളും രാജ്യത്തുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളുടെ പഠിത്തവും പരീക്ഷയും ഒന്നും ക്രമീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആരോഗ്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസവും നോൺ അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം, അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവിടെ അതിപ്പം എല്ലാ സ്കൂളുകളിലും സൂംബ ഡ്രില്ലുണ്ട്, അതേപോലെ തന്നെ ഫുട്ബോളുണ്ട്, വോളിബോളുണ്ട്, നീന്തലുണ്ട്, ചെസ്സുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ കുട്ടിക്കും താല്പര്യമുള്ള കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നു. അതേപോലെ തന്നെ നൃത്തം. അപ്പോൾ നൃത്തത്തിലും ഈ വസ്ത്രത്തിൻ്റെ പ്രശ്നം വരുമല്ലോ. നൃത്തത്തിനും വസ്ത്രത്തിൻ്റെ പ്രശ്നം ഉന്നയിക്കാൻ കഴിയുന്നവർക്ക് ഉന്നയിക്കുക. നാളെ മുതൽ ഇനിയിപ്പം ഇന്ന നൃത്ത ഇനങ്ങൾ അല്പവസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ ഈ മാധ്യമങ്ങളാണ് ഇതിൻ്റെ ആദ്യമേ തന്നെ ഇതിന് 0 മെരിറ്റാണെന്ന് കണ്ടുകൊണ്ട് തള്ളിക്കളഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവർ ഈ പറയുന്നവരുടെ വീടുകളിൽ നിന്ന് ഒക്കെ ഉള്ള കുട്ടികളും ഇതിലൊക്കെ തന്നെ ഉള്ള സന്തോഷത്തോടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കതൊരു മതേതര ജനാധിപത്യമാണ്. ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം. പക്ഷേ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ അതിരുകളും കടന്ന് അപ്പുറത്തേക്ക് പോയി ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായും മിനിസ്റ്റർ, കാരണം നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെയൊക്കെ ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ അടക്കം മാറി എന്ന് വളരെ സത്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന സമയത്തെ പോലെയൊന്നുമില്ല. ഇപ്പം സ്കൂളുകളിലൊക്കെ പാഠ്യേതര വിഷയങ്ങൾക്ക് ഇത്രയേറെ പരിഗണന കിട്ടുന്നു. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന്, അവരുടെ ഈ മാനസിക വളർച്ചയ്ക്കൊക്കെ സ്കൂളുകൾ നൽകുന്ന അവരുടെ ഒരു പങ്കെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്രയേറെ കുട്ടികളെ ചേർത്ത് നിർത്തുന്നുണ്ട് നമ്മളെ പൊതുവിദ്യാലയങ്ങൾ. ഇതിപ്പോൾ മിനിസ്റ്റർ ഈ സൂംബയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, കലകളോട് എതിർപ്പാട്, ഫോട്ടോ എടുക്കാൻ പാടില്ല, ചിത്രം വരയ്ക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടാകും. മലപ്പുറത്ത് ഈ ഒരു ഫ്ലാഷ് മോബ് കളിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയെ ഈ മതസംഘടനകൾ എന്തുമാത്രം വേട്ടയാടിയത് കഴിഞ്ഞ വർഷം. ഈ എന്തുകൊണ്ടാകും മിനിസ്റ്ററെ ഒരു കാര്യത്തിലല്ലാതെ പല കാര്യങ്ങളിലും ഇവരുടെയൊക്കെ ചിന്താഗതി മാറാത്തത്? അല്ല, അതൊക്കെ അവർ തന്നെ പറയേണ്ട കാര്യമാണെങ്കിലും നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ഇന്ന് ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ കുട്ടികളെക്കാൾ എത്രമാത്രം മിടുക്കന്മാരാണെന്ന് അറിയാമോ? SSLCക്ക് 99.something മാർക്ക് ടോട്ടൽ, ഹയർ സെക്കൻഡറി അങ്ങനെ മാർക്ക്. ഞാൻ ഇന്നലെ നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ ശതമാനം എടുക്കുമ്പോൾ ഏതാണ്ട് 100 എത്രയാണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ടോ? അപ്പോൾ ആ കുട്ടിയെ സ്വീകരണത്തിന് പോയിരുന്നു. നീറ്റ് പരീക്ഷയിലാണ് 100
125 താഴെയുള്ള റാങ്ക് കിട്ടുന്നു ഇന്ത്യ രാജ്യത്ത്. അപ്പോൾ എത്രമാത്രം മിടുക്കിയാണ് ആ കുട്ടി പഠിച്ചതെന്ന് വെച്ചാൽ, പിന്നെ ദീപിനി എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടി പഠിച്ചതെന്ന് വെച്ചാൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ സാധാരണക്കാരൻ്റെ സ്കൂളിൽ പഠിച്ചതാണ് കുട്ടി. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോൾ ഇവിടെ ഒരു പിന്നെ കുട്ടികൾ എഴുതിയ പുസ്തകങ്ങളും കുട്ടികൾ വരച്ച പിന്നെ പടങ്ങളും വെച്ചുകൊണ്ട് ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടി പോവുകയാണ്. എന്തൊരു പിന്നെ കലയാണ് കുട്ടികളുടെ മനസ്സിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന സയൻസ് മേള, നമ്മുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും കണ്ടാൽ ഇവരെല്ലാം ഈ ലോക ശാസ്ത്രജ്ഞന്മാരാകുമെന്നുള്ള രീതിയാണ് പിന്നെ കാണുന്നത്. അപ്പോൾ പിന്നെ കളിയുടെ കാര്യത്തിൽ പിന്നെ ഈ ഫുട്ബോൾ പിന്നെ എല്ലാ ഗെയിംസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നാമതാണ്. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഏറ്റവും മിടുക്കന്മാരായും നല്ല ബുദ്ധിമാന്മാരായും അക്കാഡമിക്കും നോൺ അക്കാഡമിക്കും കൾച്ചറും എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എന്തായിരുന്നു? കൃത്യമായി പാഠപുസ്തകത്തിൽ വരുന്ന കാര്യങ്ങൾ നോക്കുക, വായിക്കുക, കാണാതെ പഠിക്കുക, പരീക്ഷ എഴുതുക, അതിൽ ജയിക്കുക, തോക്കുക, അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം പോകുന്നു. ഇപ്പോൾ അത് മൊത്തം മാറിയിരിക്കുന്നു. വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ കഴിവിനെയും ശേഷിയും ഉല്ലാസത്തെയൊക്കെ തന്നെ ഏതൊരു കുട്ടിക്കും അവൻ്റെ മാനസികപരമായിട്ടുള്ള ഒരു പിന്നെ പ്രോത്സാഹനമാണല്ലോ അവന് പിന്നെ നല്ല ഉന്മേഷം ഉണ്ടാകുന്നത്. അവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദുഃഖകരമായ അന്തരീക്ഷം, സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ദുഃഖകരമായ അന്തരീക്ഷം. ആ ദുഃഖകരമായ അന്തരീക്ഷത്തിൽ അവൻ ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി കഴിയുമോ? കുട്ടി എപ്പോഴും സന്തോഷവാനായിരിക്കണം. അതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ മെനു പുതുക്കി. കുറച്ച് സാമ്പത്തിക പ്രശ്നവും ബുദ്ധിമുട്ടുമുണ്ട്. എന്നാൽ ചില എച്ചന്മാർ പറയുമ്പോൾ സംഘടനകൾ പറയുന്ന പോലെ പിന്നെ കടമൊന്നും ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതും നല്ല ഭക്ഷണം കുട്ടികൾ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷ എഴുതി ഞങ്ങൾ സബ്ജക്റ്റ് മിനിമം 1 മുതൽ 9 വരെ ഓൾ പ്രൊമോഷൻ. ഞാൻ പറഞ്ഞ ഓൾ പ്രൊമോഷൻ കൊടുക്കാം, പക്ഷേ സബ്ജക്റ്റ് മിനിമം ആയിരിക്കണം. മിനിമം മാർക്ക് വാങ്ങണം. എന്നാലേ നമ്മളെ കുട്ടികൾ ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും വിജയിക്കാനും വേണ്ടി കഴിയുള്ളൂ. സബ്ജക്റ്റ് മിനിമം 8ാം ക്ലാസ് നടത്തി. 80,000-ഓളം വരുന്ന കുട്ടികൾ പുറകോട്ട് പോയി. അവർക്ക് വേണ്ടി പിന്നെ രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ക്ലാസ് വീണ്ടും നടത്തി, വീണ്ടും പരീക്ഷ എഴുതി. അതിലും പുറകോട്ട് പോയ കുട്ടികൾക്ക് വീണ്ടും ഇതേപോലെ ഒരു പ്രോസസ്സ് നടത്തി അവരെ 8ൽ നിന്ന് 9ലേക്ക് ജയിപ്പിച്ചു. ഇപ്രാവശ്യം 5 മുതൽ പിന്നെ 9ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് ആ പ്രോസസ്സ് നടത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് കളിയും ചിരിയും സന്തോഷവും ഒക്കെ തന്നെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്നലെ എല്ലാ ടെലിവിഷനിലും ഈ സൂംബ നൃത്തം ചെയ്യുന്ന കുട്ടികളെ കണ്ട് എന്തൊരു ആവേശത്തോടു കൂടി അവർ പിന്നെ പാടുകയും ഒക്കെ ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ഈ ഇതിനെ എതിർത്ത് പ്രസ്താവന ഇറക്കിയവർ പറഞ്ഞ ഉള്ള എന്തെങ്കിലും ഒരു മോശത്തരം അതിൽ കാണാൻ വേണ്ടി കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ സൂംബ നൃത്തത്തിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ അവരെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന നിലപാടാണ് ഈ കൂട്ടർ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് അവർ മാപ്പ് പറഞ്ഞ് പരസ്യമായി പിൻവലിക്കണം. മിനിസ്റ്റർ, ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ആവശ്യമില്ലാത്തവർക്ക് മാറി നിൽക്കാം എന്നുള്ള നിലപാടിനോട്, വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനോട് യോജിപ്പാണ്. നിർബന്ധിത അടിച്ചേൽപ്പിക്കലിനോടാണ് വിമർശനം എന്നാണ് നാസിർ ഫൈസി കൂടത്തായി അടക്കം ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ആരെയും സൂംബ അടിച്ചേൽപ്പിക്കില്ല എന്ന കാര്യം അങ്ങ് തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ എതിർപ്പുന്നയിക്കുന്നവരുമായിട്ട് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ മിനിസ്റ്ററെ? ആർക്കെങ്കിലും ആരോ ഒരു രേഖാമൂലമായിട്ട് എന്നെ അറിയിച്ചിട്ടില്ല. ഒന്നത്. ഒരു സ്കൂളിൽ പിന്നെ സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും അക്കാഡമിക് ആയിരുന്നാലും എന്ത് സിലബസ് നിശ്ചയിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഇവിടെ NCERT ഉണ്ട്, പിന്നെ കേന്ദ്രത്തിൽ സംസ്ഥാനത്ത് SCERT ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് അതോറിറ്റി ഉണ്ട്. അതല്ലാതെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഗവൺമെൻറ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഓക്കെ മിനിസ്റ്റർ, ഞാൻ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ ഈ നിലവിൽ മുഖ്യമന്ത്രി നൽകിയ കത്തിന്
രാജ്ഭവനിൽ നിന്ന് ഒരു മറുപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ഒരു പ്രോട്ടോകോൾ ലംഘനം അവിടെ ഉണ്ടായി, അങ്ങ് ആ വേദി വിട്ടത് ഈ ഗവർണറെ അപമാനിക്കലാണ്, അവിടെ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും രാജ്ഭവൻ. അപ്പോൾ ഈ ഒരു വിവാദം അതിനി എങ്ങോട്ടാകും ഇതിൻ്റെ ഒരു പോക്ക്? രാജ്ഭവൻ RSSന്റെ പ്രചാരണം നടത്തുന്ന വേദിയാക്കി മാറ്റിയാൽ ഇനിയും അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല. രാജ്ഭവൻ ഗവർണർക്ക് ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രോട്ടോക്കോൾ അംഗീകരിക്കുകയും രാജ്ഭവനെ ബഹുമാനിക്കുകയും ഗവർണറെ ബഹുമാനിക്കുകയൊക്കെ തന്നെ ചെയ്യും. മറിച്ച് ഒരു വനിത, ഒരു സഹോദരിയെ അവരെ ഒരു കാവിക്കൊടിയും കൊടുത്ത് പിന്നെ ഇന്ത്യയുടെ ചിത്രമാണെന്ന് കാണുന്നത് നിലയിൽ, അത് ഇന്ത്യയുടെ പടമൊന്നുമല്ല, വരച്ചു വെച്ച ശേഷം അതിൽ വിളക്കം കൊളുത്തി പിന്നെ വന്നിച്ചുകൊണ്ട് നിൽക്കുക, അതിനെ പിന്തുണച്ചുകൊണ്ട് നമ്മളും നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള കാര്യമില്ല, പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോട്ടോക്കോൾ മാനുവൽ എനിക്കും അറിയാം. ഞാനും പിന്നെ കുറേ നാളുകളായി പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇരുന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പ്രോട്ടോക്കോൾ ലംഘനം നമുക്ക് ഭരണഘടനയ്ക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തതും രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതും രാജ്യത്ത് കേട്ടുകേൾവിയോലും ഇല്ലാത്തൊരു കാര്യം ഗവർണർ ചെയ്യുമ്പോൾ ഗവർണറിലെ ഭരണഘടന ലംഘിച്ചിരിക്കുന്നത്. അതിലിരുന്ന ഞാനും കൂടെ അതിൽ ഭരണഘടന ലംഘനം ഞാനും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഭരണഘടന തൊട്ടാണ്. ഞാനതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ലംഘനമായി മാറും. അത് മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകും. അത് ഭരണഘടന ലംഘനമായതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. യഥാർത്ഥത്തിൽ ഇതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. ഇപ്പോൾ ഈ രാജ്ഭവൻ പറയുന്നത് പരിപാടി തീരും മുൻപ് അങ്ങ് ആ വേദി വിട്ടത് ഗവർണറെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ്. അപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വീണ്ടും സർക്കാരിന് രാജ്ഭവൻ കത്തയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എത്ര കത്തയച്ചു കഴിഞ്ഞാലും പ്രോട്ടോക്കോൾ ലംഘനവും അതുപോലെ തന്നെ ഭരണഘടനാ ലംഘനവും നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. പിറ്റേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് ഞങ്ങളാരും കേട്ടുകേൾവിയോലും ഇല്ലാത്ത ഒരു സംഘടനയെ കൊണ്ട് സെനറ്റ് ഹാളിൽ ചെറിയൊരു യോഗം നടത്തി അവിടെ ഒരു സംഘർഷവും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ഗവർണറുടെ ഓഫീസാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഗവർണറുടെ ഓഫീസിൽ പിന്നെ കറകളഞ്ഞ 2 RSSകാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കുന്നതും അദ്ദേഹത്തിന് തെറ്റായി ഉപദേശിച്ച് കൊടുക്കുന്നതും. ആദ്യം ഗവർണർ ഓഫീസ് ശുദ്ധീകരിക്കണം. അവിടെ RSSൻ്റെ 2 നേതാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് രാജ്ഭവൻ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നത് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട്, ഹൈക്കോടതി വിധികളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ പ്രോട്ടോക്കോൾ ഞാൻ 5 വർഷക്കാലം മേയറായിരുന്നു, 10 വർഷക്കാലം 15 വർഷക്കാലം MLA ആയിരുന്നു. അന്നെല്ലാം ഞാൻ ഒരു പ്രോട്ടോക്കോളും ലംഘിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ പ്രോട്ടോക്കോൾ ഉള്ളതും മേയർക്കാണല്ലോ. ഞാൻ അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് പ്രോട്ടോക്കോളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായി തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് പൂർണ്ണമായി പറയാനും പറ്റില്ല. പിറ്റേ ദിവസം സെനറ്റ് ഹാളിൽ അദ്ദേഹം ഈ കാവിക്കൊടി പിടിച്ച വനിതയുടെ പടവും ചുവന്നുകൊണ്ടല്ലേ ഈ സെനറ്റ് ഹാളിലെത്തേക്ക് പോയത്. അങ്ങനെ ഒരു ഗവർണർ മാറാൻ വേണ്ടി പാടുണ്ടോ? ഒരിക്കലും മാറാൻ വേണ്ടി പാടില്ല. ഓക്കെ, വളരെയധികം നന്ദി മിനിസ്റ്റർ, നമുക്കിപ്പം ചേർന്നതിന്. അങ്ങക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.